Hello friends, welcome back to our channel again. പറശ്ശിനിന്ന് നേരെ വീട്ടിലെത്തിയ നമ്മൾ വിചാരിച്ചു ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാം. അല്ലാതെ ചില്ലറ ഷോപ്പിങ്ങും മറ്റും ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ പോയി കണ്ണൂരേക്ക്. കണ്ണൂർ പിന്നെ കാർത്തിക ഫേമസ് ആയിട്ടുള്ള ഒരു ലഞ്ചിന്റെ സ്പോട്ടാണ്. അവിടെ സാധാരണ സദ്യ ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല കല്യാണ സദ്യ ഉണ്ടാവും. മേലെ ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ള് കല്യാണ സദ്യയും കാര്യങ്ങളുമാണ്. സ്പെഷ്യൽ സദ്യ എന്ന് അതിന് പേര് പറയാം. താഴെ നോർമൽ സദ്യാസ്. അറൗണ്ട് ഒരു 100-120 രൂപക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സദ്യ നമുക്ക് ഇവിടുന്ന് കിട്ടും. സൂപ്പർ വൈബാണ്. ഫുൾ ടൈം ഇവിടെ തിരക്കാണ്. നമ്മൾ വന്നത് തിങ്കളാഴ്ചയാണെങ്കിലും ഒരു സൺഡേന്റെ വൈബാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു സീറ്റ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥ. അങ്ങനെ സീറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വന്നു. ലാസ്റ്റ് സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സദ്യ ചടപടേ സദ്യ. അച്ചാറ്, ബീട്രൂട്ട് വറവ്, പച്ചടി, പിന്നെ ഒരു ബീട്രൂട്ട് പച്ചടി, സാമ്പാർ, മീൻകറി, കൂട്ടുകറി, അവിയല്, വറവ്, ഒരു പായസം. കണ്ണന് നമ്മൾ സ്പെഷ്യൽ ബിരിയാണിയാണ് വാങ്ങിയത്. പിന്നെ നോൺ വെജ് ഐറ്റംസിൽ മട്ടനും ചിക്കനും അതിന്റെ ഡ്രൈ റോസ്റ്റും അതുപോലെ ചെമ്മീന്, ഞണ്ട്, കൂന്തള്, കല്ലുമ്മക്കായി അങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പം കുറച്ച് കാലത്തേക്ക് നോൺ വെജ് ഒന്നും ഒഴിവാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ മീൻകറിയൊന്നും വാങ്ങിച്ചില്ല. ബാക്കിയുള്ള വെജിറ്റേറിയൻ കറീസും മറ്റും വാങ്ങി. പിന്നെ ഒരു കല്ലുമ്മക്കായിൻ്റെ ഒരു റെസിപ്പിയും കൂടി വാങ്ങി. വരട്ടിയതാന്ന് തോന്നുന്നു. സൂപ്പർ ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. നമ്മളൊരു കല്യാണ വീട്ടിലെല്ലാം പോയി കഴിച്ചാലുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. കണ്ണൻ്റെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. നമ്മൾ 3 മീൽസ് വാങ്ങി കഴിച്ചുകൊണ്ട് തന്നെ ഒരു ഫുൾ ബിരിയാണി തീർക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അത് ബാക്കി പാർസൽ എടുക്കുക ചെയ്തു. പായസവും നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള പായസം തന്നെയായിരുന്നു. കാരണം ഒരുപാട് അണ്ടിപ്പരിപ്പ് മുന്തിരിയോ എനിക്ക് ചെറിയ ഗ്ലാസ്സിലെ പായസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചിന്റെ സമയത്ത് നിങ്ങൾ കണ്ണൂർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും കഴിക്കേണ്ട ഒരു സ്പോട്ടാണ് ഈ കാർത്തികയിലെ ലഞ്ച് എന്ന് പറഞ്ഞാൽ. താഴത്തെ ലഞ്ചും അത്യാവശ്യം ഗ്രാൻഡഡ് തന്നെയാണ്. പക്ഷെ അതിന് നമ്മൾ ഒരു സദ്യേന്റെ ഒരു ഫീല് കിട്ടൂല. പക്ഷെ എന്നാലും കറികളൊക്കെ സൂപ്പർ തന്നെയാണ്. ഞാൻ മുന്നേയും ഒരുപാട് തവണ ഈ കാർത്തികയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങി ഓട്ടോക്കാരോട് നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് ചോദിച്ചാൽ ഫസ്റ്റ് അവർ പറയുന്ന ഒരു പേരാണ് കാർത്തിക. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മെല്ലനെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടാ. ഫസ്റ്റ് പോയത് ജ്വല്ലറിയിലേക്കാണ്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനും എടുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ടെക്സ്റ്റൈൽസിലും ജ്വല്ലറിയിലെല്ലാം അകത്ത് കയറി ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ സമയം പോകുന്നതെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം വെച്ചാൽ വേഗം സമയം പോകും. നമ്മൾ വിചാരിക്കും ആയില്ല പുറത്തെ വെളിച്ചമൊന്നും കാണാത്തോണ്ട് തന്നെ രാവിലെ ആവുന്നതും വൈകുന്നേരം ആവുന്നതൊന്നും മനസ്സിലാവലേ ഇല്ല. യൂട്യൂബിൽ ചാനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പൊ എവിടെ പോയാലും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഞാൻ മറക്കലില്ല. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ചില്ല് ചെയ്തപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് എൻ്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ആണെങ്കിലും ഇവളും എൻ്റെ കൂടെ തന്നെ ചെറുപ്പത്തിലൊക്കെ ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കമ്പനിയായിരുന്നു. ഏട്ടൻ്റെയും വൈഫിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആനിവേഴ്സറി ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏട്ടന് സർപ്രൈസ് ആയിട്ട് ഒരു സ്റ്റഡ് വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് മെയിൻ ആയിട്ട് വന്നത്. പിന്നെ എൻ്റെ നെക്ലേസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. കണ്ണനാണെങ്കിൽ പിന്നെ പറയണ്ട, അവിടെ മൊത്തം ഓടി നടന്ന് ബഹളമായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലനെ സ്കൂട്ടായി നേരെ പോയത് സെഞ്ചുറിയിലോട്ടാണ്. അപ്പം തന്നെ ഒരുപാട് വൈകിട്ടുണ്ടായി സമയം. അങ്ങനെ സെഞ്ചുറിയിൽ കയറി 1-2 സാരീസും മറ്റും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. എഴുത്തിമ്മ നാങ്ങ് ദുബായിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് പർച്ചേസൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് സാധനങ്ങളൂടെ ബാക്കി എടുക്കാനുണ്ടായതുകൊണ്ട് തന്നെ അവിടുന്ന് ബാക്കി പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കണ്ണൻ എവിടെ പോയാലും ഫ്രണ്ട്സിനെ കിട്ടുവേ. അവിടെ ഷോപ്പിൽ പോയപ്പോൾ അതായത് നോക്കൂ, ഒരു മോളുണ്ടായിരുന്നു കളിക്കാനായിട്ട്. അവന് കുറച്ച് നേരം മോളെ കൂടെ ഓടിക്കളിച്ച കണ്ണൻ ലാസ്റ്റിൽ പിന്നെ പോയത് ഡോൾസിനെല്ലാം ഒന്ന് തൊട്ടു നോക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഭംഗി കണ്ട് തൊട്ടു നോക്കിയതാ കണ്ണൻ. പക്ഷെ തൊട്ടപാടെ ഡോളിന്റെ കൈയുണ്ട് കണ്ണന്റെ കയ്യിലിരിക്കുന്നു. കണ്ണൻ പേടിച്ചെങ്കിലും പിന്നെ വന്ന സ്റ്റാഫിൻ മുഖത്തുള്ള ചിരി കണ്ടപ്പോൾ കണ്ണൻ ഒന്ന് കൂളായി. പിന്നെ രണ്ടുപേരും കൂടെ കൈയൊക്കെ സെറ്റ് ചെയ്ത് നല്ല കമ്പനിയായി. കുറച്ചു നേരം അവിടെ നിന്ന് ഓടിക്കളിച്ചെങ്കിലും പിന്നെ ആശാൻ ഒന്ന് സൈലൻ്റായി. നമ്മളൊരു ബാലരമയൊക്കെ എപ്പോഴും ബാഗിൽ വെക്കും. കാരണം വെച്ചാൽ കണ്ണനെ ഒന്ന് ഇരുത്തണമെങ്കിൽ ഫോണിന് പകരം ഞാനിപ്പോൾ ബാലരമയാണ് കൊടുക്കല്. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കിന്നെ രാത്രി ആയിട്ടുണ്ടായി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് ലീ കേക്സിൽ കയറിയിട്ട് ഒരു കേക്കും വാങ്ങി. ഏട്ടൻ്റെയും വൈഫിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ. ഏട്ടൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ രാത്രി കേക്ക് കട്ട് ചെയ്തൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് കേക്കും വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു. സന്തോഷങ്ങൾ ചെറുതായാലും വലുതായാലും എനിക്കത് സെലിബ്രേറ്റ് ചെയ്യണം. എനിക്ക് ചുറ്റുമുള്ളവരും അതേപോലെ തന്നെ ബിഹേവ് ചെയ്താൽ ഞാൻ ഒത്തിരി ഹാപ്പിയാവും. അങ്ങനെ രാത്രിയായി നമ്മൾ വീട്ടിലെത്തി ഫ്രഷായി. പിന്നെ ഒന്നും നോക്കിയില്ല, കേക്ക് അങ്ങ് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. കൂടാതെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. വീണ്ടും കാണാം. ബൈ ബൈ.